അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വെണ്ടയ്ക്ക വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ വെണ്ടയ്ക്ക കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ കയറ്റി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇതിലോട്ട് ഞാൻ വലിയൊരു സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 10 ചെറിയ വെണ്ടയ്ക്കായ എടുത്തിരിക്കുകയാണ്. അത് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ വെണ്ടയ്ക്ക ഒന്ന് വെളിച്ചെണ്ണയിലൊക്കെ കിടന്നൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അപ്പം നമ്മളുടെ വെണ്ടയ്ക്കായും നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത് ഇളക്കുമ്പം കുത്തി ഇളക്കരുത്, ഉടഞ്ഞു പോവാതിരിക്കുന്നതാണ് കറിക്ക് ഭംഗിയുള്ളത്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് മാറ്റം വരുത്തുക കേട്ടോ. നമുക്ക് ഈ പച്ചക്കുത്ത് മണം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് 1 കപ്പ് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും പറയുന്നതാണ്, നമ്മൾ കറിയിലോട്ട് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മളുടെ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. പുളി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ കുറേ ഒന്നും പുളി ഇട്ട് കൊടുക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനൊരു ചെറിയ ഉള്ളിയുടെ അത്രയും പുളിയെടുത്ത് അതിനാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താണ് ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം പുളി ശ്രദ്ധിക്കണം, വളരെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുത്താൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റിയപ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഈ കറി ഒന്ന് കുറുകി പാകമാവുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇത് വല്ലാതെ കൂട്ടിയിടരുത് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നാളികേരം എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. നാളികേരം കൂടി പോവണ്ട കേട്ടോ. അപ്പം നമ്മളുടെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നാളികേരം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ജീരകമൊന്നും തന്നെ ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം കൂടി ഒന്ന് കഴുകി ഒഴിക്കാവേ. അപ്പം നമ്മൾ വെള്ളം അധികമായി പോവരുത്. നമുക്കിത് ഇനിയിപ്പം കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി. പിന്നെ കറിയൊന്ന് ഇരുന്ന് തിക്കാവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ മനസ്സിലാവും കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞു വന്നിട്ടില്ല. നമുക്കിതിലോട്ട് താളിച്ചിടാം. ഒരു പാൻ കയറ്റി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുത്തു. അതിനുശേഷം 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയപ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ടിടാം. തീ ഓഫാക്കിയ ശേഷം 1 നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കറിക്ക് നല്ല ഒരു മണവും നിറമൊക്കെ ഇതുവഴി കിട്ടും. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കറിയിലോട്ട് താളിച്ച് ഒഴിക്കുകയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചോറിന് കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്